സിസ്റ്റർ അമല കൊലക്കേസ് പ്രതി സതീഷ് ബാബുവിനെ കേരള പോലീസ് സംഘം ഇന്ന് ഹരിദ്വാറിലെത്തി ഉത്തരാഖണ്ഡ് പോലീസിൽ നിന്ന് ഏറ്റുവാങ്ങും. പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയുമായി ഇന്ന് തന്നെ കേരളത്തിലേക്ക് തിരിച്ചേക്കും. അതേസമയം ഒരു ദിവസം മുഴുവൻ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ കൊലപാതകിയാണെന്നറിഞ്ഞ ഞെട്ടലിലാണ് സംഭവത്തിന് ദൃക്സാക്ഷികളായവർ. കാഴ്ചയിൽ സുന്ദരൻ, മാന്യമായ പെരുമാറ്റം, സാധനങ്ങൾ കളവ് പോയെന്ന് പറഞ്ഞ് ആശ്രമത്തിലെത്തിയ സതീഷ് ബാബുവിന് അധികൃതർ താമസ സൗകര്യം നൽകിയതിൽ തെറ്റുണ്ടെന്ന് ആരും പറയില്ലെന്ന ദൃക്സാക്ഷികൾ. അതുകൊണ്ട് തന്നെ ആശ്രമത്തിൽ താമസിക്കാനെത്തിയ മറ്റുള്ളവരും സതീഷ് ബാബുവുമായി വേഗം അടുത്തു. എന്നാൽ ബുധനാഴ്ച വൈകിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടെ സതീഷിനെ അന്വേഷിച്ച് ഉത്തരാഖണ്ഡ് പോലീസ് എത്തിയതോടെ സന്ദർഭം മാറി. ഒപ്പമുണ്ടായിരുന്നത് എന്തിനും മടിക്കാത്ത കൊലപാതകയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തൃശൂർ സ്വദേശി ശ്രീനാഥ് വിവരിക്കുന്നത് ഇങ്ങനെ: ഉപയോഗിക്കുന്ന ഭാഷ, പിന്നെ ഒരാൾ നഷ്ടപ്പെട്ടു പോയ ഒരാൾക്ക് ഏത് ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. മഠങ്ങൾ കേന്ദ്രീകരിച്ച് വൃദ്ധരെ ലക്ഷ്യം വെച്ചാണ് സതീഷ് ആക്രമണം നടത്തുന്നതെന്ന വാർത്ത കൂടി കേട്ടതോടെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കുമൊപ്പം തീർത്ഥാടനത്തിനിറങ്ങിയ ശ്രീനാഥിന് കാര്യത്തിന്റെ ഗൗരവം കൂടുതൽ വ്യക്തമായി. അതേസമയം എന്തെങ്കിലും വിവരങ്ങളില്ലാതെ താമസ സൗകര്യം നൽകാനാകില്ലെന്ന ആശ്രമ അധികൃതരുടെ നിലപാടാണ് സതീഷ് ബാബുവിന്റെ അറസ്റ്റിലേക്ക് നയിച്ചതെന്നും ഇവർ പറയുന്നു. അദ്ദേഹത്തിന്റെ ബ്രദറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ നമ്പറിലേക്ക് അവരെ എൻക്വയറി ചെയ്യായിരുന്നു. നേരിട്ട് നമ്പർ കൊടുക്കായിരുന്നില്ല. KSRTC ഡിപ്പോയിലേക്ക് വിളിച്ചു ചോദിച്ചിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ നമ്പറിലേക്ക് അവിടുത്തെ മേൽശാന്തി മെസ്സേജ് അയച്ചു. ഇതിനിടെ സതീഷ് ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുന്നതിനായി ദില്ലിയിലെത്തിയ കേരള പോലീസ് സംഘം ഇന്ന് രാവിലെ തന്നെ ഉത്തരാഖണ്ഡിലേക്ക് തിരിച്ചു. ഹരിദ്വാറിൽ നിന്ന് പ്രതിയെ ഏറ്റുവാങ്ങി ഇന്ന് തന്നെ കേരളത്തിലേക്ക് പോകാനാണ് കേരള പോലീസിന്റെ ശ്രമം. റിപ്പോർട്ടർ, ദില്ലി.